ഇലന്തൂർ ഇരട്ട നരബലി കേസുമായി ബന്ധപ്പെട്ട റിട്ടയർഡ് ACPയുടെ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നീക്കം ചെയ്യാൻ കോടതി ഉത്തരവ് വന്നത് നമ്മൾ കണ്ടതാണ്. സ്വകാര്യ ചാനലിൽ സംപ്രേഷണം ചെയ്ത പരിപാടിയുടെ എപ്പിസോഡ് നീക്കം ചെയ്യാനാണ് ഉത്തരവ്. റിട്ടയർഡ് ACP ജയകുമാറാണ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തി പോഡ്കാസ്റ്റ് ചെയ്തത്. 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് ശരീരഭാഗങ്ങൾ വേവിച്ചു തിന്ന നരഭോജികളായ 3 അംഗ കൊലയാളി സംഘം കേസിൽ ശിക്ഷാവിധിയിലേക്ക് അടുക്കുകയാണ്. സെപ്റ്റംബർ 27 ലോട്ടറി കച്ചവടക്കാരിയായ പത്മ എന്ന സ്ത്രീയെ കാണാനില്ല എന്ന കുടുംബത്തിന്റെ പരാതിയാണ് കേരളത്തെ നടക്കിയ ഇരട്ട ദുർമന്ത്രവാദ കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത്. സാധാരണ ഒരു മിസ്സിംഗ് കേസായി കടവന്ത്ര പോലീസ് അന്വേഷണം തുടങ്ങിയ കേസിൽ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയപ്പോൾ ചെന്നെത്തിയത് മുഹമ്മദ് ഷാഫി എന്ന നരാധമനിലേക്കാണ്. ഇയാളിൽ നിന്നും പിന്നീട് പോലീസ് ചെന്നെത്തിയതാകട്ടെ പത്തനംതിട്ട ഇലന്തൂരിലെ ദമ്പതികളുടെ വീട്ടുമുറ്റത്ത്. അവിടെ നടത്തിയ പരിശോധനയിലാണ് 2 സ്ത്രീകളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ പോലീസിന് ലഭ്യമാകുന്നത്. മൃതദേഹാവശിഷ്ടങ്ങളിൽ ഒന്ന് പത്മയുടേതെന്ന് കടവന്ത്ര പോലീസ് സ്ഥിരീകരിച്ചു. മറ്റൊന്ന് പിന്നെ ആരുടേത്? അങ്ങനെയാണ് കാലടി സ്വദേശിയായ റോസലിനിലേക്ക് പോലീസ് എത്തുന്നത്. റോസലിനെ കാണാനില്ല എന്ന് നേരത്തെ തന്നെ കാലടി പോലീസിന് പരാതി ലഭിച്ചിരുന്നു. ആ പരാതിയും ഇതിനൊപ്പം അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ 2 കേസുകളിലും മുഖ്യപ്രതി മുഹമ്മദ് ഷാഫിയും അതോടൊപ്പം തന്നെ ആ ദമ്പതികളായിട്ടുള്ള ലൈലയും ഭഗവത് സിംഗുമാണെന്ന് പോലീസിന് മനസ്സിലായത്. സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ പോലെ മുഹമ്മദ് ഷാഫി എന്ന വ്യാജസിദ്ധനായിരുന്നു ഈ കഥയിലെ മാസ്റ്റർ മൈൻഡ്. ഐശ്വര്യവും സമ്പത്തും എളുപ്പം കിട്ടാൻ മനുഷ്യ നരബലിയായിരുന്നു മുഹമ്മദ് ഷാഫി ദമ്പതികളുടെ മുന്നിലേക്ക് വെച്ച പ്രധാനപ്പെട്ട കാര്യം. ഇതിനായിട്ട് 2022 ജൂൺ മാസത്തിൽ റോസലിനെയും പിന്നീട് പത്മയെയും ഇലന്തൂരിലെ വീട്ടിലെത്തിച്ച് ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തുകയായിരുന്നു. അന്ധവിശ്വാസത്തിന്റെ പേരിൽ നടത്തിയ ഈ കൊലപാതകങ്ങൾ അതിക്രൂരമായിരുന്നു. ഇരകളെ കെട്ടിയിട്ട് പീഡിപ്പിച്ചും ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റിയും നടത്തിയ നരബലി കേരള മനസാക്ഷിയെ മരവിപ്പിച്ചു. കൊലപാതകത്തിന് ശേഷം ശാസ്ത്രീയമായ രീതിയിൽ തെളിവുകൾ നശിപ്പിക്കാനായിരുന്നു പ്രതികളുടെ ശ്രമം. എന്നാൽ കേരള പോലീസിന്റെ തന്ത്രപരമായ ഇടപെടലുകൾ അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണം പ്രതികളുടെ പ്ലാനുകളെല്ലാം തന്നെ പൊളിച്ചെടുക്കി. വിശദമായ അന്വേഷണത്തിന് ശേഷം കേസിലെ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചപ്പോൾ കേരളം ഒന്നാകെ ഞെട്ടി. പ്രതികൾ ക്രൂരമായി നടത്തിയ കൊലപാതകത്തിന് ശേഷം പിന്നീടുണ്ടായിരുന്നതായിരുന്നു വളരെയേറെ മനസാക്ഷിയെപ്പോലും മരവിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് അറിയേണ്ടി വന്നത്. അത് മറ്റൊന്നുമല്ല, മരിച്ച സ്ത്രീകളുടെ ശരീരം ഫ്രീസറിൽ സൂക്ഷിച്ച ശേഷം അത് ഭക്ഷണമാക്കി പാകം ചെയ്ത് കഴിച്ചു എന്ന് പോലും കുറ്റപത്രത്തിൽ നിന്നാണ് കേരളം കേട്ടത്. കേരള മനസാക്ഷി മരവിപ്പിച്ച ക്രൂര കൊലപാതകത്തിൽ 3 പ്രതികളും ഇന്ന് ജയിലിലാണ്. മുഹമ്മദ് ഷാഫി, ലൈല, ഭഗവത് സിംഗ്. ഇവർ 3 പേർക്കും നാളിതുവരെയായിട്ടും ഒരു പരോൾ പോലും അനുവദിച്ചിട്ടില്ല. അന്ധവിശ്വാസവും ക്രിമിനൽ ബുദ്ധിയും ചേർന്ന ഈ അപൂർവ കേസിൽ വിധി എന്താകുമെന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്. ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.